ബൈബിളിലെ നോമ്പുകാല വിവരണങ്ങൾ അല്ലെങ്കിൽ പീഡാസഹന വിവരണങ്ങൾ, കുരിശുമരണം, അതിൻ്റെയൊക്കെ അവസാനത്തിൽ നമ്മൾ എത്തിച്ചേരുന്നത് ഉയർപ്പിലാണ്. ഉയർപ്പ് ഒരു ആനന്ദത്തിൻ്റെ അനുഭവമാണ്. ഈ സഹനത്തിൻ്റെ വേളകളിലൂടെ കടന്നു പോകുന്നവർക്കാണ് ഇത് ഒരു ആനന്ദ അനുഭവമായിട്ട് മാറുക. ശിഷ്യന്മാരിൽ പ്രമുഖനായ പത്രോസിന് ലഭിക്കുന്നത് ഈ ഒരു ആനന്ദമായിരുന്നു. കാരണം നമുക്കറിയാവുന്നതുപോലെ പീഡാസഹനത്തിൻ്റെ സമയത്ത് ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞവനാണ് പത്രോസ്. എന്നാൽ ഉയർപ്പിന് ശേഷം ക്രിസ്തുവിനെ ചേർത്ത് നിർത്തുന്നവനാണ് പത്രോസ്. അതുകൊണ്ട് പത്രോസിനോട് ക്രിസ്തു ചോദിക്കുന്ന ഒരേ ചോദ്യമുണ്ട്: നീ എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നു? നീ എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നുള്ള ഒരു ചോദ്യത്തിലാണ് ദൈവവുമായിട്ടുള്ള എൻ്റെ ആത്മബന്ധം, മറ്റുള്ളവരുമായിട്ടുള്ള എൻ്റെ ആത്മബന്ധം. ഹൗ മച്ച് ഡു യു ലവ് മീ? അതിന് പത്രോസ് ആരംഭത്തിലൊക്കെ പറയുന്ന ഉത്തരം ഇതാണ്: കർത്താവേ, നിനക്കെല്ലാം അറിയാമല്ലോ, ഞാൻ സ്നേഹിക്കുന്നുണ്ടല്ലോ. വളരെ സ്വാഭാവികമായിട്ടുള്ള ഉത്തരങ്ങളാണ്. എന്നാൽ അവസാനം മൂന്നാമതും ഈ ആവർത്തിക്കപ്പെടുന്ന ചോദ്യത്തിൻ്റെ മുമ്പിൽ പത്രോസ് മനസ്സ് പതറിപ്പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇവൻ എന്നെ ഇത്രയും തവണ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്? പത്രോസ് പൊട്ടിക്കരയുന്നു. അവൻ വികാരഭരിതനായി എന്നാണ് യോഹന്നാൻ പറയുക. യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ് ഇത് എഴുതി വച്ചിരിക്കുക. അപ്പോൾ പൊട്ടിക്കരയുന്ന പത്രോസ് പറയുന്നത് എന്താണ്? നിനക്കെല്ലാം അറിയാമല്ലോ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നുണ്ടല്ലോ. ഒരുപക്ഷെ സ്നേഹത്തിന് ഇത്രയും വലിയൊരു ഭാഷ വേറെയില്ല എന്നുള്ളതാണ്. ഹൃദയത്തിൻ്റെ പരസ്പരമുള്ള അറിവ് പങ്കുവയ്ക്കലാണ് സ്നേഹത്തിൻ്റെ ഭാഷ. പലപ്പോഴും വൈവാഹിക ബന്ധങ്ങളിലുണ്ടാകുന്ന തകർച്ചകൾക്ക് ഒരു കാരണം ഈ ഒരു ഭാഷ നഷ്ടപ്പെട്ടു പോകുന്നുള്ളൂ എന്നാണ്. അതായത് പരസ്പരം അറിയാൻ കഴിയാതെ പോകുമ്പോൾ സ്നേഹമില്ലാതായിട്ട് പോവുകയാണ്. ഏതൊരു വ്യക്തിയാണെങ്കിലും മറ്റൊരാളോട് ചോദിക്കുന്നത് ഹൗ മച്ച് ഡു യു ലവ് മീ എന്നാണ്. നീ എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നു? നിൻ്റെ സ്നേഹത്തിൻ്റെ അളവ് എത്രയാണ്? ഈ അളവ് കുറയുമ്പോഴാണല്ലോ വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാവുക. വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് സ്നേഹം കുറഞ്ഞു പോയി എന്ന് പരസ്പരം അറിയുന്നിടത്താണ് പരസ്പരം സ്നേഹിക്കുന്നവർ തമ്മിലുള്ള കലഹങ്ങൾ ആരംഭിക്കുക. ഈ അളവ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കേണ്ടതാണ്. ആ സ്നേഹത്തിൻ്റെ ഉള്ളിലേക്ക് അവിശ്വസ്തത കടന്നു വരുന്നുണ്ടോ? ആ സ്നേഹത്തിൻ്റെ ആത്മാർത്ഥത അതിൽ നിന്ന് നഷ്ടമായി പോകുന്നുണ്ടോ? എത്രത്തോളം വിശുദ്ധി ആ സ്നേഹത്തിനുണ്ട് എന്നൊക്കെയൊന്ന് അളന്നു നോക്കേണ്ട ഒരു സമയമാണ്. സ്നേഹത്തിൻ്റെ അളവ് എത്ര അധികം എന്നൊക്കെ പറയുമ്പോൾ, എത്ര അധികം സ്നേഹിക്കുന്നു, അധികത്തിൻ്റെ ചിഹ്നം എന്ന് പറയുന്നത് പ്ലസ് ചിഹ്നമാണല്ലോ. പ്ലസ് എന്ന് പറയുന്നത് ഒരു കുരിശിൻ്റെ ചിഹ്നമാണ്. ക്രിസ്തു പറഞ്ഞതാണ്, ഞാൻ എത്ര അധികം സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് എൻ്റെ കുരിശിൽ കിടന്നുള്ള ഈ സ്നേഹം തന്നെയാണ്. ഈ സ്നേഹത്തിലുണ്ട് എൻ്റെ അധികമായ സ്നേഹത്തെ നീ ഇങ്ങനെയാണ് അളന്നെടുക്കേണ്ടത്. അങ്ങനെ പത്രോസിന് വലിയൊരു പാഠം ക്രിസ്തു കൊടുക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുക. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഇങ്ങനെ സ്നേഹത്തിൻ്റെ അളവ് എത്രയുണ്ട്, ഞാൻ പങ്കുവയ്ക്കുന്ന സ്നേഹത്തിൻ്റെ അളവ് എന്ന് തിരിച്ചറിയാനായിട്ടുള്ളൊരു സമയം കൂടിയാകട്ടെ നോമ്പുകാലം. അങ്ങനെ സ്നേഹത്തെ പങ്കുവയ്ക്കുമ്പോൾ, അതിൽ ആത്മാർത്ഥതയുണ്ടാകുമ്പോൾ അവിടെ ദൈവ സാന്നിധ്യം ഉണ്ടായിരിക്കും. ആ സ്നേഹത്തെ ഉള്ളിൽ തിരിച്ചറിയാൻ കഴിയും. നീ എല്ലാം അറിയുന്നുവല്ലോ, നിനക്കറിയാത്തതായിട്ട് എൻ്റെ ഉള്ളിൽ ഒന്നുമില്ല, നീയായിട്ട് ഞാൻ പറയാത്തത് ഒന്നുമില്ല എന്നുള്ള ഒരു ആത്മാർത്ഥത ഉള്ളിടത്തൊക്കെ ദിവ്യമായ സ്നേഹമുണ്ട്. അവിടെയൊക്കെ ദൈവികമായിട്ടുള്ള സ്നേഹമുണ്ട്.